ഇവിടെ ചെന്നാലും നമ്മളെ മലപ്പുറത്താരുണ്ടല്ലോ അതാ പൂക്കോട്ട് ടീം ഒന്നും പറയാനില്ല. നമ്മളെ പൂക്കോട്ടുള്ള ചെറുക്കന്മാരുണ്ട്. അപ്പോൾ ഹൈദരാബാദിൽ നമ്മളെ വണ്ടി ഒന്ന് അപ്പുറത്ത് കിടട്ടോ ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് ഫ്ലാറ്റിലൊന്ന് പോയി നോക്കാം. റൂമിലൊക്കെ ഒന്ന് ഫ്രഷായി ഇറങ്ങണം. ആ പോട്ടെ 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 പോട്ടെ. ഒക്കെ ഫാമിലിയും കൂട്ടിയിട്ടും അല്ലാതെ ഇറങ്ങാണ്. ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമ്മളെ നാട് നമ്മളെ ലോകമൊക്കെ മോശം പറയല്ല കേട്ടോ, എത്രത്തോളം ചെറുതാണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഒരു ലോകമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുക. മോർണിംഗ് ഇബ്രുവാണെന്ന് കർട്ടൻ തുറന്നെന്നാ തന്നെ തുറക്കാൻ കിട്ടണില്ല. രാവിലെ തന്നെ മഞ്ഞുണ്ട് കൊണ്ടു നമ്മൾ നീച്ചാൻ നിൽക്കാനു ജാവി ടെൻ്റയച്ചാന് കാറ്റ് ഊരി വിടണതാ. നീച്ചാൻ ഞാൻ കുറച്ച് നേരം വെക്കി. ഇപ്പം എന്താ അറിയില്ല, ഈ 2 ദിവസമായിട്ട് ആന്ധ്ര ഏരിയയിലായതുകൊണ്ടേ ചൂട് അതേമാതിരി കൊതുക് ഇത് രണ്ടും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ഉണരുകയാണ്. പിന്നെ 2 മണിക്കൂർ പുകത്തി പോവാണ്. അപ്പോൾ ഇതിന് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു പോകണം. ചോറൊക്കെ അവിടെ കിടക്കണം. നമ്മൾ നീച്ചപ്പോൾ ഇതിന് ചെക്കന്മാർ ചോറും കറിയൊക്കെ ഉണ്ടാക്കി ഫുൾ സെറ്റാക്കി കേട്ടോ. ഇവിടെ കുറച്ച് എന്തോ ഒരു കുപ്പിങ് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം വേറെ എന്തെങ്കിലും വിഷയമാവുമെന്ന് വിചാരിച്ച് എളുപ്പം പോകാൻ. ഇതൊക്കെയാണ് ഇവിടെ നൈറ്റിൽ ചെക്കന്മാരിങ്ങനെ വെള്ളമണ്ടി പരിപാടി കണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതാ മാൻഷൻ ഹൗസോ, നല്ലൊരു ആൾത്തറ കിടിലൻ. ഇതാണ് NH ഇല്ലേ, അടച്ചറ അതാ ആൽത്തറതാ. ഇവിടെ പൈപ്പുണ്ട്, ആകണ പൈപ്പാ. ഞാൻ ഡ്രസ്സായിട്ടാണ് ഇപ്പം ഈ നടക്കണത്, ഡ്രസ്സല്ല പുതപ്പ് തോന്നുക. ഇതാണ് അവസ്ഥ. ഇനി കൊണ്ടുപോയി വെക്കട്ടത്. അല്ലാ കാറ്റയച്ചോ മടക്കണതാ. വെള്ളം കഴിഞ്ഞു. ഇപ്പം എന്ത് ചെയ്യാ, മൂപ്പര് ഇതാക്കണോ വെള്ളം എടുക്കാൻ വേണ്ടി പോവാന്നാണ് കേട്ടോ. എവിടേക്കത് പോണ്? ഇത് അങ്ങോട്ട് അംശമുണ്ട്. മൂപ്പര് നോക്കി വെള്ളം എടുക്കണോ. ഇവിടെയൊക്കെ കിണറാട്ടോ, വലിയ വട്ടക്കിണറാണിത്. പക്ഷേ വെള്ളമുണ്ട്, ചതുപ്പ് മാറി നിൽക്കണ് അക്ക ചതുപ്പ്. ഇവിടുത്തെ ഓരോ കിണറുകളൊക്കെ ഇതൊക്കെ വെള്ളം ശേഖരിക്കുന്ന ഓരോ സ്ഥലങ്ങളാണ്. പിന്നെ നെല്ല് കൊതിഞ്ഞ നെല്ലുകളുണ്ട്. ചട്ടിനാടിൻ്റെ ഇതാണ് കേട്ടത്. ആ കാണുന്നത് ചട്ടിനാടിൻ്റെ ചട്ടിനാട് സിമെൻ്റ് ഇല്ലേ, അതിൻ്റെ ഫാക്ടറിയാണ്. കണ്ടില്ലേ, വെള്ളം ശേഖരിച്ച് വെച്ച് പറഞ്ഞാൽ ഓരോ ടാങ്കികളാണിത്. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെള്ളം, ഇതിൽ വെള്ളം ശേഖരിച്ച ഇതിലുണ്ട് ഉണ്ട്. അവിടെ ഇതാക്കൊണ്ടൊരു കിണർ കണ്ടോ. നെല്ലുകളുണ്ടല്ലോ കൂട്ടിയിട്ടാണ്, ഫുള്ള് നെല്ലുകളാണ്. അല്ലാ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടോ, നല്ലോണം ശ്രദ്ധിക്കണത്. നോക്കിയണി വലിയ കിണറാണ്, വട്ടക്കിണറാണിത്. ഓരോ ഗുഹകള് ഇവിടെ നെല്ല്. ഇവിടെ അങ്ങനെ കിണറുള്ളത് പോലും നമുക്ക് മനസ്സിലാവില്ല. ഇനി ഇവിടെ നിന്ന് ഒരു പാടാണ് ഉണ്ടല്ലേ, ഫുള്ള് പാടം. അല്ല ഇവിടെ ശ്രദ്ധിക്കണല്ലോ ഇതൊക്കെ. ഇതാണ് അവസ്ഥ. ഇതൊരു കുയ്യാണ്, വലിയ കുഴി. ഇന്നലെ തെണ്ടി തിരിനൊക്കെ ഇതിവിടെ നടന്നാണ്ട് ഇതിവിടെ വീണുണെങ്കിലേ ഇത് ഞാൻ അപ്പോഴത് കണ്ട്. ഇതിലും വെള്ളം ഉണ്ട് കേട്ടോ, പക്ഷെ ഇതൊക്കെ ചതുപ്പാണ്. നോക്കി ഇബ്രോ ആക്കണം, അവിടെ നിന്ന് വെള്ളം എടുക്കണോ ആക്കണോ.
നമ്മൾ നേരത്തെ കണ്ട സൂര്യൻ ഇങ്ങനെ പൊന്തി വരികയാണ്. ഫുഡൊക്കെ ഉണ്ടാക്കലിങ്ങനെ കഴിഞ്ഞ് കണ്ടേ വണ്ടി 10-15 ദിവസമായി പെരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ വണ്ടി ക്ലീൻ ആക്കിയില്ലേന്. അതൊക്കെ ജാവിക ഒരക്കണ് വണ്ടി ആകെ പൊടിയും ചളി. ഇന്നലെ ഓഫ് റോഡൊക്കെ കയറിറങ്ങാണ്ടേ ടോട്ടല് പൊടിയും ചളിയായി പിടുത്തം പിടുക്കിന്. ഇന്നിപ്പോൾ ഞാൻ ഹൈദരാബാദൊക്കെ പോകണമല്ല. അപ്പം ജസ്റ്റ് ഒന്ന് മിനിക്കാൽ ഇനിയിപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു കഗ്ഗലുണ്ടാവുള്ളൂ. ഇവരൊക്കെ താഴെക്കണ് ഉണ്ടല്ലേ. മുന്നത്തെ ഷീറ്റൊക്കെ ഒഴിവാക്കി പൊടി തട്ടാണ്ടിഞ്ഞി അല്ലേ. നല്ല പൊടിയും ചളി. ഇന്നലെ ആ പാടത്ത് കൂടെ കയറി കണ്ടേ ആകെ പിടുത്തം പൊട്ടിന്. വെള്ളം കൊണ്ടുവരണതാ. ഇത് കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് പോകണം. അയ്യോ ആണെങ്കിൽ നല്ല നൈസിലേ പാൽ ചായ കുടിച്ചാലോ. ഇവിടെ പാൽപ്പൊടി ഉണ്ടാവില്ല പറഞ്ഞു. ഇവിടെ ഓൺലി പാലാ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഇതേമാതിരി പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സുബൈക്ക് കൊടുന്നപ്പോൾ പാലിട്ടിക്കണു. ഇത് പന്നിപ്പാലറ്റാണോ എന്താ ബ്രോ? എവിടുന്ന വാങ്ങി? ഇവിടെ കൊണ്ടുപോയിനു. അങ്ങനെ നല്ല പാൽ ചായ, നല്ല കട്ടിയുള്ള പാലാ വരെ പാല്. ആശാൻ വീണ്ടും എത്തിക്കണു വെള്ളത്തിന്. ഇവിടെ കുടിവെള്ളം ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെ എല്ലായിടത്തും ഫിൽറ്റർ സംവിധാനം ഉണ്ട്. തണുത്ത വെള്ളം കിട്ടും ഇവിടെ അല്ലേ. നല്ല അങ്ങാടികളുണ്ട്. നമ്മളിപ്പോൾ അടുത്ത് വാങ്ങിയില്ല നല്ല. അത് കുടിവെള്ളം. എന്നാ ജാവിയെ ചായ കുടി. അത് ചായറ്റും പോണതാ. ഇന്നലെ തുടങ്ങിയ ഫോം പുളിയാണ്. അല്ലാ അപ്പം എന്നാ പോയി നോക്കല്ലേ ചങ്കളെ. യാത്ര തുടർന്ന് നോക്കുക. അങ്ങനെ നമുക്ക് യാത്ര തുടങ്ങല്ലേ. അപ്പോൾ ചങ്കളെ, നമ്മളെ ഫാമിലിക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന നമ്മളെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചോളൂ കേട്ടോ. കാരണം നമ്മളെ ഈ ഒരു ചാനലിലൂടെ കിട്ടുന്ന ചെറിയൊരു വരുമാനമാണ് നമ്മൾ യാത്രയിലെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത്. ഫണ്ടിങ്, റൈസിങ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഫണ്ട് റൈസ് ചെയ്യണത്, ഓട്ടോറിക്ഷൻ്റെ കാര്യങ്ങൾ, ഫുഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളെ ഫാമിലി, നിങ്ങളുടെ നെയ്ബേഴ്സിനൊക്കെ ഒന്ന് ജസ്റ്റ് അയച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ആന്ധ്രയിലാണ്. ഇത് കഴിഞ്ഞാൽ നേരെ തെലുങ്കാന. കട്ട ചൂടാണ്. നോക്കിയാണെങ്കിൽ തോർത്തുകൊണ്ട് ഇട്ടുകൊണ്ടാണ് വണ്ടി ഓടിക്കണത് കേട്ടോ. കട്ട ചൂട് പറഞ്ഞാൽ ബ്ലൂപ്പർ ചൂടാണ്. ഇവിടെ ആണെങ്കിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട് അവിടെയും ഇവിടെയും കുറച്ച് മരങ്ങളുണ്ടെന്നല്ലാണ്ടേ ഹെവി ചൂടാണ്. കൃഷിയാണ് ഇവരെ മെയിൻ ഉപാധി എന്നുണ്ടെങ്കിലും ഇപ്പം നിലവിൽ ആന്ധ്ര ഒരു പകുതിയോടുകൂടി കൃഷി കാണില്ല, വളരെ കുറവാണ്. ഉച്ചയായപ്പോഴത്തേനേ കുറച്ചിങ്ങനെ ഒരു 10-11 മണി ആയപ്പോഴത്തേനേ ഇബ്രു ഇതാക്കണോ ഇറങ്ങിയിരിക്കണോ. ഇബ്രു സാധാരണ മറ്റേ കുട്ടിനായിട്ടാടുന്ന മാതിരി ഒക്കത്തോക്കി മറ്റേ ഹെഡ് റെസ്റ്റ്. ഇബ്രു സാധാരണ ഓട്ടോറിക്ഷയിലാണ് ഉറങ്ങൽ. അപ്പോൾ അതിൻ്റെ ഉറക്കക്ഷീണം ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉറങ്ങൽ കുറവാണ് ഉച്ചക്കൊക്കെ. ഇന്ന് നമ്മൾ ഉച്ചൻ്റെ മുന്നേ കൂടുതൽ സ്ഥലങ്ങളൊന്നും എവിടെ ഇറങ്ങണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങാനുള്ള സ്ഥലങ്ങളില്ല. ഫുൾ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. നേരെ നമ്മൾ ഹൈദരാബാദ് നമ്മൾ ഡെസ്റ്റിനേഷന്. റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ടയർ പഞ്ചർ ഷോപ്പ്. ഇവിടെ പിന്നെ അതേ ഉള്ളൂ. എന്താ ഇവിടുത്തെ ഒരു കാലാവസ്ഥ അല്ലേ. വെരും ഒരു മരങ്ങൾ ഇതിന് ചുറ്റും വരെ കാണാനില്ല. ഇതാ ഒരു പഞ്ചർ ഷോപ്പിന് മുന്നിൽ ഇങ്ങനെ ആണ് സൈഡാക്കിയിരിക്കണത് ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ടേ. ആരും കാണില്ല അവിടെ. ഒരു കോട്ടന്മാർ ഭൂമിമാരി. പരിപ്പ് കറിയും അച്ചാറും പെരും തീറ്റയെ കരപ്പെട്ടോ. മാതിരി പൈസയിലാണ്. രാവിലെ ഒന്നും കഴിച്ചില്ല. അതും പല ഈ പൊന്നരിയും നല്ല രസമുള്ള ചോറാണ്. ധൈര്യമാണിത്. ഇങ്ങനെ നല്ല ടേസ്റ്റാണിത്. അങ്ങനെ കഴിച്ചാലേ. അങ്ങനെ ചോറ് വഴിയൊക്കെ കഴിഞ്ഞു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പാത്രങ്ങൾ കഴിക്കും. ബാബു പിന്നെ തരികിടി കൂടി ഓരോരോ പാത്രം കഴിച്ചില്ല. ഞാൻ നമ്മളിവിടെ ഉണ്ട്.
കുഴപ്പമില്ല. കൊട്ടാൻ വെയിലാട്ടാ. തോത്താ വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് യാത്ര വീണ്ടും തുടരുകയാണ്. ഏകദേശം ഇങ്ങനെ നമ്മളെ ഹൈദരാബാദ് സിറ്റിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹൈദരാബാദ് സിറ്റീനെ നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈദരാബാദ് സിറ്റി, ബാംഗ്ലൂർ സിറ്റി, അതുപോലെ തന്നെ ഡൽഹി, ഇതിനൊക്കെ പ്രത്യേകത ഉണ്ട്. ഈ സിറ്റിയിലൊന്നും ബീച്ചില്ല. ഇപ്പോൾ ചെന്നൈ സിറ്റി, മുംബൈ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മെട്രോപൊളിറ്റൻ സിറ്റീസാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഈ രണ്ട് സിറ്റീസും പരന്ന് കിടക്കണം ബീച്ചുള്ള സിറ്റികളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് സിറ്റികൾ. അങ്ങനെ ചങ്കളെ ഹൈദരാബാദ് ടൗണിലാണ് ഉണ്ടല്ലേ. നമ്മളെ ഫ്ലൈ ഓവർ കയറിയാണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ രസമായിട്ട് നടക്കാറിങ്ങിയതാണ്. നമ്മളെ ഓർഡർ ഇതാക്കണം ഇവിടെ. ഓവാ, ഭയങ്കര വീതിയുള്ള റോഡുകളാട്ടോ. ടൗൺഷിപ്പ് മൊത്തേ പെരും വീതിയാണ്. ജാവയാട്ടോ ടൗണിൽ കൂടി വണ്ടി ഓടിക്കണത്. അപ്പോൾ ഓനൊരാഗ്രഹം ചെന്നൈ കൂടി ഓൻ തന്നെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈദരാബാദ് സിറ്റീസിൽ ഓൻ തന്നെ ഓടിക്കണം എന്നുള്ള താല്പര്യം. അങ്ങനെ പറത്തിക്കൊണ്ടിരിക്കണം. നല്ല വീതിയാണ് കേട്ടോ ടൗൺഷിപ്പ്, പരന്ന് പിടിച്ച് കിടക്കണോണ്ട് തന്നെ. പക്ഷെ ചെന്നൈനെ സംബന്ധിച്ച് ഹൈദരാബാദ് സിറ്റി ക്ലീൻ സിറ്റിയാണ്. നോക്കിയാണ്ട് ഞങ്ങൾ ഹൈദരാബാദ് ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിറ്റി 4ാം സ്ഥാനമൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇതിന് പെരും ബ്ലോക്കാ, ഒരു രക്ഷയില്ല. 2-3 മിനിറ്റായി ഇതിങ്ങനെ കൊണ്ട് 10 മിനിറ്റോളം നിൽക്കും തോന്നുന്നുണ്ട്. അൾട്ടിമേറ്റ് ബ്ലോക്ക്. എവിടെ ആവണം, ഒരു രക്ഷയില്ല. അല്ലാ, അനങ്ങുകൊണ്ടാണ് ചെറുതായിട്ട്. അപ്പോൾ ചങ്കളെ നമ്മളങ്ങനെ ഹൈദരാബാദിലെത്തി. ഹൈദരാബാദിൽ നമ്മളിന്ന് ഇവിടെയാണ് നമ്മളൊരു സുഹൃത്ത് വിളിച്ചിരുന്നു ഹൈദരാബാദിൽ നിന്ന്, മലയാളി, കാസർഗോഡിലാണ്. ഇവരെ ഫേസ് നമ്മൾ വല്ല കാണിക്കണില്ല. ഇവർക്ക് ഫേസ് കാണിക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഇതാണ് ആള്. ഇബ്രുദ അവിടെ, ജാവിദ പോവാ. എന്നാ അത് പുള്ളിക്കാരൻ ഇവിടെ കൺസൾട്ടിങ് പരിപാടിയാണെന്ന് പറഞ്ഞു. നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചതാ. പോയി നോക്കാം. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. വണ്ടി ഇവിടെ പാർക്കിങ് ഭയങ്കര വിഷയമാണ്. കുറഞ്ഞ സ്ഥലമുള്ളൂ. ഈ അപ്പാർട്ട്മെൻറ്റ് മൊത്തം ഇവരാണ് പാർക്ക് ചെയ്യാനുള്ള സ്യൂട്ടാണ്. അപ്പം നമ്മളെ വണ്ടി ഒന്ന് അപ്പുറത്ത് കിടട്ടോ ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് ഫ്ലാറ്റിലൊന്ന് പോയി നോക്കാം. റൂമിലൊക്കെ ഒന്ന് ഫ്രഷായി ഇറങ്ങണം. ആ പോട്ടെ 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 പോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. അയ്യോ, ആദ്യം ഒന്ന് കുത്തിക്കണം. ചത്തുകുണത്. നിങ്ങളിവിടെ ഒറ്റക്കാലേ? ഇപ്പോൾ അവർ നാട്ടിൽ പോയതാ? അങ്ങനെ കറക്റ്റ് നമ്മൾ വരുന്നുണ്ട്. ഈ നാട്ടിൽ പോയത് തോന്നിട്ട് ഫാമിലി. ഇതായിട്ട് പുള്ളിക്കാരൻ്റെ വീടേ. പുള്ളിക്കാരൻ നമ്മളെ നാട്ടിൽ കാസർഗോഡാണ്. കാസർഗോഡ്. ഓ, ജാവിയൊക്കെ ഒന്നേ മെഴുകും. ഇന്ന് ബീഫിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടി നാക്കിൽ നിൽക്കുകയാണ്. അല്ലാ, കിച്ചൺ സെറ്റപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. വാവ്, കിച്ചൺസ്. ഇന്നിവിടെ നമ്മളെ കലാപരിപാടി. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി. വാഷ് മെഷീൻ ഇതാക്കണോ, ബാൽക്കണി. സംഗതി ഭയങ്കര രസം കേട്ടോ. ഈ വലിയ വലിയ ടൗണിലൊക്കെ ഇതുപോലത്തെ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞാലേ താമസം ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇവിടെ എത്ര റൂമാ? 2 റൂമാ? ഇപ്പോൾ റൂം ഇല്ല ഫീസ് കാണിക്കില്ല. ഇതാണ് ഒരു റൂം. അങ്ങനെ ചങ്കളെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഹൈദരാബാദാണ്.
അപ്പോൾ ഹൈദരാബാദ് നമ്മളെ കാസർഗോഡ് നമ്മളെ സുഹൃത്ത് വീഡിയോ കണ്ട് വിളിച്ചിരുന്നു. ഇവിടെ സ്റ്റേ ചെയ്തോളി, എത്ര ദിവസമാണ് സ്റ്റേ ചെയ്തോളി. ഞാൻ പറഞ്ഞു കുറേ ദിവസമൊന്നുമില്ല, ഹൈദരാബാദിൽ 12 ദിവസം ഉണ്ട്. അപ്പം ഇങ്ങനെ ചാർമിനാർ കാണണം, ഫിലിം സിറ്റി കാണണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പര് ഫ്ലാറ്റിലേക്ക് മൂപ്പര് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഓരെല്ലാവരും കൂടി ഫുഡ് വെക്കാനുള്ള പരിപാടിയില്ല നൈറ്റിൽ. പോയോ നമുക്ക്? ബ്രോ ഇവിടെ ബീഫ് ബീഫ് കറി അല്ല, ഇതാ എല്ല് നമ്മുടെ നാട്ടിലത്തെ മാതിരി ഇവിടെ എല്ല് വെട്ടിക്കൂട്ടി തരുന്ന പരിപാടി. എല്ലോ ഇവിടെ നോക്കി ഒരുത്തം മെസ്സേജ് അടിക്കുന്നു. ഇവിടെ അല്ല ഊറ്റല്ല, ഊറ്റലോട്ട് ഊറ്റൽ. ഞാന് എന്തോ രണ്ട് കക്കരി എന്തേ? കക്കരി ഇപ്പം എന്തേനു? സലാഡ്. ഉള്ളി. ബീഫൊക്കെ എന്താ ബ്രോ? ചോറെന്താണ്? നാടൻ ഓയിൽ റൈസ്. ബോയിൽ റൈസ്. ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മളെ ഇവിടെ ഹൗസിലെ ആശാന കാട്ടാത്തതെന്നുള്ളത്. മൂപ്പർക്ക് ക്യാമറയിൽ പങ്കെടുക്കുന്നതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഓരോരുത്തർക്കും ഓരോ മോഡല്ലേ, മൂപ്പര മോഡ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാമറയിൽ മൂപ്പരെ കാണിക്കാത്തത്. ഓക്കെ എന്ന് കരുതിയിട്ട് ഇൻട്രോവേർട്ടർ എന്നല്ല കേട്ടോ, അത് ക്യാമറനോട് ഇൻട്രസ്റ്റ് ഇല്ല, അത്രേ ഉള്ളൂ. അപ്പം അതാണ് പബ്ലിക്കിൽ കറക്റ്റ് പറഞ്ഞാൽ. പക്ഷേ പബ്ലിക്കിൽ വരാൻ താല്പര്യമില്ലാത്ത രണ്ടെണ്ണം ഇപ്പോൾ ഈ കണ്ടത്. ഇപ്പോൾ നോക്കണം പബ്ലിക്കിൽ നിന്ന് നീച്ചല്ല. ബ്രോൻ്റെ ഒക്കെ ആട്ടം കണ്ടിട്ട് ഞങ്ങൾ ആ ഫുഡ് വെക്കണോടത്തുനിന്ന് അയ്യവാ പേര് വരച്ചില്ലാട്ടെ ബ്രോ, പേര് വരച്ചതാക്കണമായിരുന്നു. കത്തി മൂർച്ചം കൂട്ടാനുള്ളൊരു സാധനം ഇട്ടതാക്കണം. ഷാർപ്പൻ പ്രപ്പ് ഫിനിഷ്. അരിഞ്ഞിട കേട്ടോ, പേര് അരിഞ്ഞിടല്ലാണ്. ചെറുക്കുന്ന വാരും തൂട്ടുവാരും. ഇന്ന് ബീഫ് കൊണ്ടൊരു കളിൻ്റെ കൂടെ അല്ലേ ബ്രോ? ബീഫിൻ്റെ എന്താ ഐറ്റം? ബീഫിൻ്റെ കറി സ്പെഷ്യലാവോ? സ്പെഷ്യലാ? തക്കാളിപ്പട്ടി. സോറി, തക്കാളി അല്ല, ഉള്ളിയല്ല, മുളക്. ഇതിനൊരു തെറി എന്തായാലും ഉറപ്പാ. തക്കാളി. ഇത് ഇതല്ലേ നമ്മളെ എന്താണ് ബെയ്ത്ത്? റൈത്ത. കച്ചമ്പർ. ബീഫൊക്കെയുള്ളതാണ് മക്കളെ. ഓ ഓന്നാക്കൂടെ ഒരു കുന്തമനും പിടിച്ച് കിടക്കണം. ഷെയ്ഖുനെ ചെയ്യണതിനാ? ഷെയ്ഖുനെ ഇപ്പം നമ്മൾ വണ്ടി ഓടിപ്പിക്കലില്ല. അത് ഞാൻ ജാവിയാണ് വണ്ടി ഓടിക്കല്. കാരണം ഷെയ്ഖുനെ ഈവനിങ് ആയാലേ ഹെവി ടാസ്ക് എടുക്കാനുള്ളതായതുകൊണ്ട് ഷെയ്ഖുനെ വണ്ടി ഓടിപ്പിക്കാൻ നമ്മൾ. കാരണം മറ്റേത് നാട്ടുകാർ പോയി പറയും ഈ ചങ്ങായി പട്ടിപ്പേറിൽ വേർപ്പിച്ചാണ് നമ്മൾ അറിയും. വണ്ടി ഓടിച്ചണം, ഫുഡും ഉണ്ടാക്കണം. കുരുമുളകും പൊടി. എന്താ നെയ്ച്ചോറാ? നെയ്ച്ചോറ് കളിക്കൊപ്പന്ന്. അങ്ങനെ ഞങ്ങളാ ഫുഡ് കഴിക്കാൻ കട്ടുമ്പോളേ നല്ല ബീഫിൻ്റെ കറി ആക്കണു. ഇബ്രുവാണ് ഷെഫ്. വളമ്പലും ഫുള്ള് ഇബ്രു. ഇനിയിപ്പോൾ കമൻറ്റ് തരും കേട്ടോ. ഇബ്രുവിനെ പണിപ്പിച്ചാനായിട്ട് ഇറക്കിക്കാന്നുള്ളൊരു കമൻറ്റ്. ഏതാ പൊളി പരിപാടി. അങ്ങനെ എടുത്തിട്ടേ നല്ല ബീഫ് കറി അങ്ങനെ എടുത്തിട്ട് ആ കറി മാത്രമേ അങ്ങനെ എടുക്കുക. അങ്ങനെ പോരെ മൂപ്പരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അച്ചാറുകളാണ് ഇട്ടത്. മൂപ്പര് 2 ദിവസം നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിപ്പം കോമഡി വരെ ചെയ്യാൻ മൂപ്പരുണ്ടാവും. ആ ലെവലിലേക്ക് നമ്മൾ എത്തിക്കും. കാരണം എന്താ, നമ്മളൊപ്പം ഉള്ളവർക്ക് മൈക്ക റാമേനു
ക്യാമറ അറിയാമേനു ഇപ്പൊ ഇതാക്കണു ഡെയിലി ക്യാമറ പിടിച്ചാലടക്കുമല്ല. നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. ഹൈദരാബാദ് സിറ്റിയിലാണ് പള്ളു കേട്ടോ. അതും ഹൈദരാബാദ് ഹൈടെക് സിറ്റിയിലാണുള്ളത്. ഒരു രക്ഷയില്ല. ഹൈദരാബാദ് എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ഈ ലെവൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് നോക്കിയാണ് നിങ്ങൾ, ഒരു ലോകം തന്നെ ഉണ്ട്, വേറെ ലെവല്. ഹൈദരാബാദ് ഹൈടെക് സിറ്റിൻ്റെ ഒരു ചെറിയൊരു സൈഡാണ് ഇപ്പോൾ ഇത്. ഒരു രക്ഷയില്ലാത്ത ഏരിയ. നോക്കിയാണ് ബിൽഡിങ്സൊക്കെ ഓരോ IT കമ്പനികളാണ് ഇതൊക്കെ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അവിടെ ഇതാക്കണേ നമ്മളെ ആശാമാർ ഉത്തർക്കണോ. മൂപ്പർക്ക് സ്ക്രീനിൽ കാണാൻ മടിയാണ് കയറും. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നൈറ്റ് ലൈഫ് ഈ സിറ്റിക്കാരെ സംബന്ധിച്ച് നൈറ്റ് ലൈഫ് പറഞ്ഞാൽ ഇതാണ്. അങ്ങാടിയിലുള്ള ഫുഡടിയും വർത്താനും കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഭുജിക്കടകളും പൊരിക്കടകളൊക്കെ ഇങ്ങനെ നോക്കിയാൽ ഓ എന്താ അതൊക്കെ. സ്വപ്നനഗരി, വെറുതെ അല്ല ഹൈദരാബാദിൻ്റെ സ്വപ്നനഗരി എന്ന് വിളിക്കുന്നത്. ഇതാണ് ഹൈദരാബാദിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫേമസ് പാലം. ഈ പാലത്തിന് പല പേരുകളുണ്ട് തോന്നുന്നുണ്ട്. ചിലർ പറഞ്ഞു ഫേമസ് പാലം, വേറെ ഒന്ന് രണ്ട് പേരുകളും ഞാൻ കേട്ട്. അപ്പോൾ ഇത് കാണാൻ നൈറ്റിലൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇവിടുന്ന് ഹൈദരാബാദ് സിറ്റിൻ്റെ ഒരു വൺ സൈഡ് ടോട്ടലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് നിർത്തിക്കാണ്ട് ഫോട്ടോ എടുക്കാനോ, കാരണം റഷ് ഏരിയയാണ്. അപ്പുറത്തൊരു വലിയ തടാകമുണ്ട്. ഇവിടെ എന്തായാലും ബൈക്കുമ്പോൾ വരുന്ന കുട്ടികളൊക്കെ കുറച്ച് നേരം നിർത്തിയിടണൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് പോലീസ് വന്നാണ്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഹൈദരാബാദ് ഹൈടെക് സിറ്റി, ഭയങ്കര മുന്നേറ്റം പറഞ്ഞാൽ ഭയങ്കര മുന്നേറ്റം. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. നോക്കിയാണെങ്കിൽ നമ്മളൊരു ദുബായി പോയ ഫീല് തന്നെ കിട്ടും ഇറങ്ങി നടക്കുമ്പോഴൊക്കെ. ഒരുപാട് പേരാണ്, ഒരുപാട് മാറി. ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചരിത്രപ്രധാനമുള്ള സിറ്റിയാണ് ഹൈദരാബാദ് എന്നൊക്കെ പറഞ്ഞേക്കാം, ബിഗ് സിറ്റി എന്നൊക്കെ. പക്ഷെ ഞാൻ അതിൻ്റെ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഒരു രക്ഷയില്ല, സംഭവം പൊളി. ഹൈദരാബാദിലെ ഫുഡ് സ്ട്രീറ്റിലാണ് കേട്ടോ നമ്മളുള്ളത്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇവിടെ. നോക്കിയാണ് നിങ്ങൾ, പെരുഞ്ചനാണ്. നൈറ്റ് ലൈഫാണ് സിറ്റി എന്ന് പറഞ്ഞാലേ. ഹൈദരാബാദൊക്കെ നൈറ്റ് ലൈഫാണ്. അവിടെ നോക്കിയാണ് തിന്ന് മെഴുകുക. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. നോക്കി ജാതി ലോകാണ്. ആകണ ബലൂണ്, പല ജാതി ഫുഡ്സ്, റെസ്റ്റോറൻറ്റുകളും, ഹെവി ഐറ്റംസുകൾ. ഓക്കെ, ചെറുക്ക നമ്മളപ്പം കൂടിക്കും കേട്ടോ. സാറാണ്. എന്താ ബിരിയാണി ഹട്ട്, ഹൈദരാബാദി ബിരിയാണി, ഫാസ്റ്റ് ആൻഡ് ഫ്രഷ്. എന്തെങ്കിലുമൊക്കെ ഒന്നേ ടച്ചപ്പ് ചെയ്ത് നോക്കുക. ബിൽഡിങ്സ് നോക്കി നിങ്ങൾ. വാവ്, വാ, എല്ലായിടത്തും ആളുണ്ട്. ഇവിടെ ചെന്നാലും നമ്മളെ മലപ്പുറത്താരുണ്ടല്ലോ. അതാ പൂക്കോട്ട് ടീം, ഒന്നും പറയാനില്ല. നമ്മളെ പൂക്കോട്ടുള്ള ചെറുക്കന്മാരുണ്ട്. അപ്പോൾ ഹൈദരാബാദിന്ന് ഹൈടെക് സിറ്റിൻ്റെ അടുത്ത് നിന്ന് ഇപ്പാണ് കണ്ടതാണ്. ഇതാക്കണോ, ആകല അംക്കാളുണ്ട്. പൂക്കോട്ടൂർ ടീംസാണ്. വെറുതെ രസമായിട്ട് പോയ പോലെ കണ്ടപ്പോൾ നിർത്തിയ